രണ്ടാമൻ എന്നറിയപ്പെടുന്ന ഒരു നേതൃത്വ നിലയിലുള്ള ആളാണ്. എന്നാൽ ഈ സമയത്ത് കുറേ വിവാദങ്ങൾ അതിന്റെ കാരണം എന്താണ്? ഒന്ന്, SNDP യോഗം SN ട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ശ്രീനാരായണീയരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഗുരുദേവൻ നേതൃത്വം നൽകി ഉണ്ടാക്കിയെടുത്ത ഗുരുദേവനും അത് മകനായ ആ പ്രസ്ഥാനത്തിൻ്റെ സാമ്പത്തികമായ വരുമാനം വളരെ വലുതാണ്. ആ വരുമാനം ശരിയായ ദിശയിൽ ട്രസ്റ്റിനോ SNDPക്കോ പ്രയോജനം വരുന്ന രീതിയിൽ ചെലവഴിക്കാതെ ഒരു കുടുംബത്തിലേക്ക് മാത്രം ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ. അത് ഈ 18 വർഷവും അതിനോടൊപ്പം നിന്ന് സഹിക്കേണ്ടി വന്നു. അതിനുശേഷം അതിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ആ സത്യങ്ങൾ തുറന്നു പറയുവാൻ എൻ്റെ മനസ്സ് അതിന് അനുവദിക്കേണ്ടി വന്നു. ആ കാര്യങ്ങളാണ് ഞാൻ തുറന്നു പറഞ്ഞത്. അത് കഴിഞ്ഞ ശേഷം ശിവഗിരിയെ സംബന്ധിച്ചിടത്തോളം ഗുരുദേവൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു ഭൂമിയാണ്. ആ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഗുരുദേവന്റെ ആത്മ ആണ്. ആ ഭൂമിയിൽ നിറഞ്ഞു അതിനെതിരെ നടത്തിയ വിവാദമായ വാക്കുകൾ ഒക്കെ ഒരുപക്ഷെ ഒരു ശ്രീനാരായണീയത്വം ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വാക്കുകളാണ്. ഗുരുദേവൻ പോലും മദ്യലോബിയുടെ സാമ്പത്തിക സ്രോതസ് കൊണ്ടാണ് വളർന്നതെന്നും ശിവഗിരി മഠം കെട്ടിപ്പടുത്തിയത് മദ്യരാജാക്കന്മാരുടെ പണം കൊണ്ടാണെന്നും ഒക്കെ പറഞ്ഞു വേണ്ടി അതൊരു ശ്രീനാരായണീയരും ഉൾക്കൊള്ളുവാൻ തയ്യാറാകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾ ഇപ്പോൾ പറഞ്ഞ ആരോപണം ഇത് കമ്മിറ്റികളിൽ താങ്കൾ ചർച്ച ചെയ്യും. വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ പറയുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് കൂടുതലായി കമ്മിറ്റികളിൽ പറഞ്ഞാൽ ഞാനിന്ന് SNDP യോഗത്തിൽ നിന്നും SN ട്രസ്റ്റിൽ നിന്നുമൊക്കെ പുറത്തായ സ്ഥിതി ആ ചർച്ച ചെയ്യുന്ന ദിവസം മുതൽ തന്നെ ഉണ്ടാകുമായിരുന്നു. അത് ഒരുപക്ഷെ അതിനോട് ഭയന്നാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ ഉണ്ടാകണ്ട, പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നുദ്ദേശിച്ച് മാത്രമാണ് ഇത്രയും കാലം അതിനകത്ത്. അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ശിവഗിരി തീർത്ഥാടന കമ്മിറ്റിയിൽ നിന്ന് SNDPയുടെ നേതാക്കളൊക്കെ രാജിവെച്ചു എന്ന് ഇന്നത്തെ പത്രത്തിൽ ഞാൻ കാണുകയുണ്ടായി. അതിന് കാരണം SNDP യോഗത്തിന്റെ നേതൃത്വത്തിലുള്ളവർ അതിനകത്ത് വന്നത് എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. നമ്മുടെ ചെറിയങ്കഴി യൂണിയൻ പ്രസിഡന്റ് വിഷ്ണു ഭക്തൻ ഈ തീർത്ഥാടന കമ്മിറ്റി നടക്കുന്നതിന്റെ അന്ന് രാവിലെ ശിവഗിരിയിൽ ചെന്ന് സ്വാമിമാർക്ക് 1 ലക്ഷം രൂപ സംഭാവന ശിവഗിരിക്ക് വേണ്ടി നൽകി. അത് സ്വീകരിച്ച ശേഷമാണ് അന്നത്തെ കമ്മിറ്റി അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നത്. ആ ഉൾപ്പെടുത്തിയ ശേഷം അതിൽ തുടരുവാൻ പാടില്ല എന്ന് ശിവഗിരി ഗുരുദേവന്റെ പ്രസ്ഥാനത്തിനകത്ത്, അല്ലെങ്കിൽ ഗുരുദേവ പ്രസ്ഥാനമാണ് ശിവഗിരി, ആ പ്രസ്ഥാനത്തിനകത്ത് തുടരണ്ട എന്ന് കണിച്ചുകുളങ്ങരയിൽ നിന്ന് നടേശ ഗുരു പ്രഖ്യാപിച്ചപ്പോൾ അതിൽ നിന്ന് രാജിവെക്കുവാൻ തയ്യാറായ ആ യൂണിയൻ അല്ലെങ്കിൽ ഗുരുദേവ ഭക്തനാണെന്ന് അഭിനയിച്ചു നിൽക്കുന്ന അവരുടെയൊക്കെ സ്ഥിതി വളരെ ദയനീയമാണ്. അവർ അങ്ങനെ ഉണ്ടാകുവാൻ കാരണം അവർക്ക് സ്വന്തമായി നട്ടലില്ലാത്തത് കൊണ്ടും അവരുടേതായ അഭിപ്രായങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടും മാത്രമാണ്. അവരുടേതായ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അവർ രാജിവെക്കും. അവരോട് നിങ്ങൾ വ്യക്തിപരമായി നിങ്ങൾ തന്നെ ഒന്ന് ഇതുപോലെ പോയി ഇന്റർവ്യൂ ചെയ്താൽ പരസ്യമായി പറയുന്നത് വെള്ളാപ്പള്ളിയെ അനുകൂലിച്ചും രഹസ്യമായി പറയുന്നത് വെള്ളാപ്പള്ളിയെ ശക്തമായി എതിർത്തുമായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഈ അവസരത്തിൽ ഉറപ്പ് തന്നെ. കഴിഞ്ഞ 18 വർഷക്കാലമായി സാധാ പ്രവർത്തനങ്ങൾ വളർന്ന് ഇതിന്റെ നേതൃത്വ നിലയിലെത്തിയ താങ്കൾ ഒരു സുപ്രഭാതത്തിൽ
രണ്ടാമതെന്നുള്ളൊരു സ്ഥാനം നിങ്ങൾക്കുണ്ട്. അതിൽ നിന്ന് സ്വന്തം മകനെ, അതായത് തുഷാർ വെള്ളാപ്പള്ളി ഈ സ്ഥാനത്ത് അവരോട് വെള്ളാപ്പള്ളി ശ്രമിച്ചു. ഈ വെള്ളാപ്പള്ളി SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വൈസ് പ്രസിഡന്റുമാണ്. ആ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നി, വെള്ളാപ്പള്ളിക്കല്ല തോന്നിയത്, അദ്ദേഹത്തിന്റെ മകന് തോന്നി, ഞാൻ ട്രസ്റ്റിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയായി കൂടി വന്നാൽ ഈ സാമ്പത്തികമായ വരുമാനത്തിന് ഒരു കുടുംബത്തിൽ തന്നെ ഉള്ള അത് കൈകാര്യം ചെയ്യുവാനുള്ള ഒരു അവസരം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ട് ഈ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം തുഷാറിന്റെ മുന്നിൽ വെറും പാവമാണ്, വളരെ ദയനീയമാണ്. തുഷാർ കൽപ്പിക്കുന്നത് ചെയ്യുവാനുള്ള ഒരു ഉപകരണം മാത്രമാണ് വെള്ളാപ്പള്ളി. അല്ലാതെ വെള്ളാപ്പള്ളി നരേശൻ ബാക്കി ശ്രീനാരായണീയരെയും ബാക്കി സമൂഹത്തിനെയൊക്കെ നിയന്ത്രിക്കുവാനും അവരെയൊക്കെ വരച്ചവരയിൽ നിർത്തുവാനും കഴിയുമെങ്കിൽ ആ വരച്ചവരയിൽ നിർത്തുന്നതിൻ്റെയൊക്കെ അപ്പുറമായി SNDP യോഗം വൈസ് പ്രസിഡന്റിന്റെ മുന്നിൽ വട്ടപൂജ്യമാണ് വെള്ളാപ്പള്ളി. വെള്ളാപ്പള്ളി നടത്തിയിരുന്ന അഴിമതി നടത്തിവരുന്ന അഴിമതി താങ്കൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു. എന്നാൽ അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എത്ര കോടി രൂപയുടെ അഴിമതിയാണ് അതിന്റെ ട്രസ്റ്റിനകത്തുള്ള വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ട്രസ്റ്റിനകത്തും SNDP യോഗത്തിനകത്തുള്ള വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായുള്ളത് അപ്പോയിന്റ്മെന്റുകളിലൂടെ ഏതാണ്ട് 900 ചിലവാനം അപ്പോയിന്റ്മെന്റ് ട്രസ്റ്റ് നടത്തിയിട്ടുണ്ട്. SNDP യോഗത്തിലും അതിന് ആനുപാതികമായി SNDP യോഗത്തിലും നടത്തിയിട്ടുണ്ട്. അത് ഓരോ കോളേജുകളിലെയും വേക്കൻസികൾ വരുന്നതനുസരിച്ച് അപ്പോയിന്റ്മെന്റ് 900 അപ്പോയിന്റ്മെന്റുകൾ നടത്തിയിട്ടുള്ളപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം, നിങ്ങളൊക്കെ അപ്പോയിന്റ്മെന്റിന് ചിലപ്പോൾ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിന് അടുത്തുള്ളവരോ അല്ലെങ്കിൽ ആ മേഖലയിലുള്ളവരൊക്കെ പോയി കാണും. ഇന്നത്തെ റേറ്റ് അദ്ദേഹം 50 ലക്ഷമാണ്. നേരത്തെ 30 മുതൽ 35 ലക്ഷം രൂപ വരെ കഴിഞ്ഞ വർഷം അപ്പോയിന്റ്മെന്റ് എടുക്കുക. അത് കഴിഞ്ഞ ശേഷം 13 കോളേജുകളിലെയും അഡ്മിഷൻ സംബന്ധമായ സാമ്പത്തിക വരുമാനവും അതുപോലെ പോളിടെക്നിക്കൽ, ശങ്കേഴ്സ് നഴ്സിംഗ് കോളേജ്, അതുപോലെ BEd കോളേജ്, അതുപോലെ വിവിധ മേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഉള്ള അഡ്മിഷനിലൂടെയും അതുപോലെ തന്നെ ഒരുപക്ഷെ നമ്മുടെ കേരള ഭരിച്ചുകൊണ്ടിരിക്കുന്ന മാറി മാറി വരുന്ന UDFനെയും LDFനെയും, അതിൽ LDFിനെ അവരാരും കേട്ടിട്ടില്ല, LDF ഇയാളുടെ അവരൊന്നും കേൾക്കാറില്ല, കേട്ടിട്ടുമില്ല. UDFനെ സംബന്ധിച്ചിടത്തോളം വരട്ടുകയും അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടിയെടുത്തിട്ട് അത് വിറ്റ് കാശാക്കുന്ന രീതിയുമൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനമായി. അത് കഴിഞ്ഞ് എന്ത് സ്ഥാപനം, എന്ത് ബിസിനസ് ചെയ്താലും ഉരിഞ്ഞാൽ പണവും കൊണ്ട് മാത്രമേ വെള്ളാപ്പള്ളി നിന്നുള്ളൂ. അല്ലാതെ വേറെ യാതൊരു മാനദണ്ഡവും അദ്ദേഹത്തിനില്ല. സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നുണ്ടാകുമോ അവിടെ മാത്രമേ വെള്ളാപ്പള്ളി ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനമായ ലക്ഷ്യം. അത് ഇതുവരെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഏതാണ്ട് ഒരു 500 മുതൽ 1000 കോടി രൂപ വരെ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ആ രൂപകളെല്ലാം അന്ന് മുതൽ പലിശയ്ക്ക് കൊടുത്ത് അല്ലെങ്കിൽ അതിന് റിയൽ എസ്റ്റേറ്റ് നടത്തി അല്ലെങ്കിൽ അതുപോലുള്ള ബിസിനസ്സുകൾക്ക് കോടികൾ ലാഭം കൊയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്കുള്ളത്. അത് അതേസമയം വെള്ളാപ്പള്ളിയെ നമുക്കിങ്ങനെ പറയുന്നു എന്നുള്ളതല്ലാതെ സാമ്പത്തിക സ്രോതസ് കൊണ്ട് സാമ്പത്തിക ഒരു പ്രധാന ഘടകമാണ് അത്. SNDPയുടെയും SN ട്രസ്റ്റിന്റെയും സാമ്പത്തിക സ്രോതസ് കൊണ്ട് എന്തിനേയും വിലയ്ക്ക് വാങ്ങാവുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിൻ്റെതായ ഉയർച്ചയാണ് വെള്ളാപ്പള്ളിയിലുള്ളത്. എല്ലാം സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള നേട്ടം മാത്രമേ. ഇതുകൂടാതെ മക്കാവ് ദ്വീപുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ ബാങ്കോക്കിൽ പട്ടായി ബീച്ചിൽ
ഫ്ലാറ്റ് ഉണ്ട്. അദ്ദേഹം അന്ന് SN ട്രസ്റ്റിന്റെ വാർഷിക പൊതുയോഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, പിന്നെ എനിക്ക് 3 ഫ്ലാറ്റ് പോയിട്ട് 1 ഫ്ലാറ്റ് പോലും ഇല്ലാന്ന്. അദ്ദേഹത്തിന് 3 ഫ്ലാറ്റ് എന്ന് പറയുന്നത് അവിടെ ഉണ്ട്. അതിൽ 1 ഫ്ലാറ്റ് ആദ്യം വാങ്ങി, രണ്ടാമത് 2 ഫ്ലാറ്റ് മേടിച്ച് ഒന്നിച്ച് അറ്റാച്ച് ചെയ്ത് 2 ഫ്ലാറ്റ് ഒന്നിച്ചാക്കി ഒരു വലിയ ലക്ഷറി ഫ്ലാറ്റ് ഉണ്ടാക്കി. അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ പട്ടായി ബീച്ചിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ വേശ്യാലയം. അതാണ് അതിന്റെ പ്രത്യേകത. അവിടെ ഉണ്ട്, അത് ശരി തന്നെയാണ്. അതിന്റെ എല്ലാ കാര്യം ഉണ്ട്. സാർ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിലിരിക്കുന്നവരാണ് ഗോപാൽ പുറത്താക്കാനുള്ള ശ്രമങ്ങളാണ് പുറത്താക്കുന്നത്. ഇപ്പോഴത്തെ അദ്ദേഹമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്, അദ്ദേഹമായ ഏത് ബന്ധമാണ്? എനിക്ക് അത്ര കൂടുതലറിയില്ല. അദ്ദേഹം SNDP-യിൽ വന്ന ശേഷം SNDP-യുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം SNDP-യിൽ നിന്ന് പോയി ധർമ്മവേദി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി. ആ സംഘടനയുമായി പോയി. അതാണ് അദ്ദേഹത്തിന് വന്ന ഏറ്റവും വലിയ പരാജയം. നമ്മൾ SNDP-ക്കകത്ത് നിന്നുകൊണ്ട് SNDP-യുടെ അഴിമതികൾക്കെതിരെ പടപൊരുന്നതാണ് എന്റെ സ്റ്റൈല്. ഞാൻ അതിൽ മാത്രം വിശ്വസിക്കുന്ന ആളാണ്. ഗുരുദേവൻ ഉണ്ടാക്കിയ പ്രസ്ഥാനത്തിനകത്ത് നിന്ന് ഗുരുദേവന്റെ ഈഴവ സമുദായത്തെ അല്ലെങ്കിൽ ശ്രീനാരായണീയരുടെ സാമ്പത്തിക സ്രോതസ്സിനെ കൊള്ളയടിക്കുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന വാക്കുകൾ കൊണ്ടും മറ്റുള്ള പ്രവർത്തികൾ കൊണ്ടും അതിനെ എവിടെയെങ്കിലും തടയിടുവാൻ കഴിയുമെങ്കിൽ അതിനുവേണ്ടി മാത്രം ശ്രമിക്കുന്ന ഒരു ക്രിയ മാത്രമേ ഇതിലുള്ളൂ. അതായിരിക്കും എന്റെ പ്രവർത്തന ശൈലി. അങ്ങനെയാണെങ്കിൽ ധർമ്മവേദി ഉണ്ടായിരുന്നു. ഇപ്പോൾ ബിജു രമേശിനെ തിരിച്ചുകൊണ്ടുവന്നു എല്ലാ കളിയും രണ്ടാമനാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് പരക്കെ പറയുന്നു. ഒരു രണ്ടാമനും ആവില്ല, ഒരു മൂന്നാമനും ആവില്ല, ഒന്നും ആവില്ല. ബിജു ഇപ്പൊ നിൽക്കുന്നത് പോലെ തന്നെ നിൽക്കും. തൽക്കാലം ബിജുവിനെ എടുക്കും. തൽക്കാലം ബിജുവിനെ എടുത്തൊക്കെ ഇതിനെയൊക്കെ സോപ്പിട്ടിട്ട് കരിയപ്പനെ എങ്ങനെ വേസ്റ്റ് കരി കളയുമോ അതുപോലത്തെ അനുഭവം മാത്രമേ ബിജുവിനുണ്ടാവുള്ളൂ. ബിജു ഒന്നും ആവില്ല. നിങ്ങൾ അതിനുവേണ്ടി ആരും പ്രതീക്ഷിക്കുന്നു. അല്ലാതെ ഗുരുദേവൻ കൽപ്പിച്ചതനുസരിച്ചാണ് ശിവഗിരിയിൽ തീർത്ഥാടനം നടക്കുന്നത്. ആ തീർത്ഥാടനം നടക്കുന്നതിന് ആരെങ്കിലും അതിനെ തീർത്ഥാടനത്തിന്റെ വില കുറച്ച് കാണിക്കുവാനോ അല്ലെങ്കിൽ തീർത്ഥാടനം പ്രവർത്തനം ഇല്ലാതാക്കുവാനോ എവിടെ നിന്നെങ്കിലും അത് ശ്രമം ഉണ്ടായാൽ അത് ഗുരുദേവ നിന്ദയായി മാത്രമേ കാണുവാൻ കഴിയൂ. ശിവഗിരിയിൽ വരുന്നത് ശ്രീനാരായണീയരായ ഒരുപക്ഷെ രാഷ്ട്രീയ തലവന്മാരും ദേശീയ അന്തർദേശീയ തലത്തിൽ എത്തിയ ആൾക്കാരും അതുപോലെ ആചാര്യന്മാരും സാമൂഹ്യ നായകന്മാരും അങ്ങനെയുള്ള എല്ലാ ആളുകളും വരുന്ന ഒരു പ്രസ്ഥാനമാണ് ശിവഗിരി. ആ ശിവഗിരി തീർത്ഥാടനം ആരുടെ ഭാഗത്ത് നിന്ന്, ഏത് ഉന്നതന്റെ ഭാഗത്ത് നിന്ന് അതിനെതിരെ പ്രവർത്തിച്ചാലും അത് ഗുരുദേവ നിന്നയാണ്. അതിന്റെ അനുഭവം വളരെ താമസിക്കാതെ കിട്ടുകയും അത് എവിടെ നിന്നുണ്ടായാലും അത് യാതൊരു സംശയവും. ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കെടുക്കണ്ടായെന്ന് ശിവഗിരി SNDP യോഗത്തിന്റെയോ അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ള നേതാക്കന്മാർ പല യൂണിയനുകളിലും അല്ലെങ്കിൽ ശാഖകളിലും നിർദ്ദേശം നൽകിയെന്ന് എനിക്ക് കേൾക്കുവാനും മനസ്സിലാക്കുവാനും കഴിയും. ആ തീർത്ഥാടനം ശിവഗിരിയിലെ തീർത്ഥാടനത്തിന്റെ പ്രാതിനിധ്യം കുറച്ചു കാണിച്ച് ഒരുപക്ഷെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ SNDP യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശന് കണിച്ചുകുളങ്ങരയിൽ നടേശ ഗുരുവിന്റെ ഒരു ശിവഗിരി പോലെ ഒരു തീർത്ഥാടനാലയം ഉണ്ടാക്കാമെന്നുള്ളതാണോ അദ്ദേഹത്തിന്റെ മോഹമെന്ന് പോലും ഇതുകൊണ്ട് എനിക്ക് സംശയം തോന്നുന്നു. അത് മനസ്സിലാക്കുവാൻ അദ്ദേഹം താമസിച്ചു പോകും. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ
ശ്രീനാരായണനിൽ നിന്ന് അകന്നു പോകും. അന്നത് കറക്റ്റ് ചെയ്യുവാൻ സമയമുണ്ടാകും. അത് അദ്ദേഹം മനസ്സിലാക്കേണ്ടിയിരിക്കും. ശ്രീനാരായണനെ സംബന്ധിച്ചിടത്തോളം ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കെടുക്കുക എന്നുള്ളതും ആ കമ്മിറ്റികളുടെ അംഗമായി മാറുക എന്നുള്ളതും അതുപോലെ അത് വിജയിപ്പിക്കുക എന്നുള്ളതും അത് ലോകമെമ്പാടും എത്തിക്കുക എന്നുള്ളതും ഓരോ ശ്രീനാരായണികളുടെയും കർത്തവ്യമാണ്, കർമ്മമാണ്, കർമ്മപദമാണ്.